വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് കേട്ടോ. രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ഒരു പോയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ പോയം എഴുതിയ ആളെ പേരൊന്ന് പറയാം. പോൾ ലോറൻസ് ഡൻബാറാണ് അത് എഴുതിയ ആൾ. ഇനി ഈ പോയം ആദ്യം ഒന്ന് വായിക്കട്ടോ, എന്നിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു തരാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഈ പോയത്തിൻ്റെ പേര് പറയാം, ദ സീഡ്ലിങ്. സീഡ്ലിങ് പറഞ്ഞാൽ കുഞ്ഞ് തൈ അല്ലെങ്കിൽ വിത്ത് എന്നൊക്കെ ഉദ്ദേശിക്കും കേട്ടോ. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിങ്, ശാന്തമായ ചെറിയ കുഞ്ഞ് തൈ പോലെ. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സം ബെഡ്. ഡാർക്ക് സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരുണ്ട ബെഡിൽ അത് കിടന്നു. അതായത് ഇരുണ്ട ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വിത്ത് ആ മണ്ണിൽ കിടക്കുന്നതിനാണ് കേട്ടോ. മണ്ണിനെയാണ് ഇവിടെ ഇരുണ്ട ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെല്ലെ ടോക്കിംഗ്, എന്നിട്ട് പതുക്കെ അത് അതിനോട് സംസാരിച്ചു. ആൻഡ് ദീസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, ഇതാണ് പറഞ്ഞത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ അത്ര ശക്തനല്ല. അതായത് കുഞ്ഞു തായി പറയണം കേട്ടോ, ഞാൻ അത്ര ശക്തനല്ല. റോബസ്റ്റ് പറഞ്ഞാൽ ശക്തൻ. ബട്ട് ഐ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, പക്ഷേ എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ആൻഡ് ദ സീഡ്ലിങ് ഫ്രോം ദാറ്റ് മൊമെൻറ്റ്, ആ നിമിഷം തൊട്ട് ഇറ്റ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ, ആ തൈയിൻ്റെ ജീവിതം വളർച്ച ആരംഭിച്ചു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. ഇവിടെ ലിറ്റിൽ ലീഫ്ലെറ്റ് പറഞ്ഞാൽ കുഞ്ഞ് തളിരിലുണ്ടാവുമല്ലോ, വിത്ത് നിന്ന് വരുന്ന കുഞ്ഞ് തളിരിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത് അതിൻ്റെ തളിരില പുറത്തേക്ക് തള്ളി. അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ, പകൽ വെളിച്ചത്തിലേക്ക്. ടു എക്സാമിൻ ദ സറൗണ്ടിങ്, ചുറ്റുപാടൊക്കെ പരിശോധിക്കാൻ. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ, ബാക്കി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇനി വരുന്ന ഇലകൾക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്റ്റ്, ഇലക്ക് കാഴ്ച ഇഷ്ടപ്പെട്ടു. അതായത് പുറത്ത് വന്ന ഇലക്ക് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം, എന്നിട്ട് എന്താണ് ഇല ചെയ്തത് അറിയോ, അതിൻ്റെ ബ്രദറായ സ്റ്റെമ്മിനെ. ഇവിടെ ബ്രദർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെമ്മാണ് കേട്ടോ. സ്റ്റെം പറഞ്ഞാൽ അതിൻ്റെ തണ്ട്, സഹോദരൻ തണ്ടിനെ വിളിച്ചു. ദെൻ ടു അതർ ലീഫ്ലെറ്റ് ഹേർഡ് ഇറ്റ്, പിന്നെ എന്തുണ്ടായത്, മറ്റ് രണ്ട് തളിരിലെയും കൂടി ഇത് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോവ്ഡ് ദം, പിന്നെ അവരും കൂടെ ഇവരെ പിന്തുടർന്നു. ടു ബി ഷുവർ ദ ഹാസ്റ്റ് ആൻഡ് ഹറി, അതായത് ഇവിടെ ഹറി എന്ന് പറഞ്ഞാൽ വേഗത്തിലട്ടോ. അപ്പം ടു ബി ഷുവർ ദ ഹാസ്റ്റ് ആൻഡ് ഹറി മേഡ് ദ സീഡ്ലിങ് സ്വീറ്റ് ആൻഡ് പാൻറ്റ്. തിടുക്കവും മിടുക്കവും ആ തൈയിനെ ശ്വാസം മുട്ടിക്കുകയും വിയർപ്പിക്കുകയും ചെയ്തു. അതായത് പുറത്തേക്ക് വരാനുള്ള തിടുക്കമൊക്കെ ആയതുകൊണ്ട് ആ തൈയിനെ ശ്വാസം മുട്ടിപ്പിക്കുകയും വിയർപ്പിക്കുകയും ചെയ്തു. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ്, പക്ഷേ അത് തിരിച്ചറിയുമ്പോഴേക്കും ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്, അതൊരു മരമായി മാറി. പ്ലാന്റ് പറഞ്ഞാൽ ഒരു ചെടിയായിട്ട് മാറി. ദ സൺ ഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്, സൂര്യനെ അതിൻ്റെ മുകളിൽ പതിച്ചു. അതായത് സൂര്യൻ അതിനെ പ്രകാശം കൊടുത്തു. പിന്നീട് എന്താ ഉണ്ടായത്, ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ, അതായത് ക്ലൗഡ്സ് പറഞ്ഞ മേഘങ്ങൾ അവർക്ക് എന്താ നൽകിയത്, ഷവർ പറഞ്ഞാൽ മഴ കേട്ടോ, മഴ നൽകി. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്, ആ ചെറിയ ചെടി വളർന്നുകൊണ്ടേയിരുന്നു. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, അതിൽ ഒരു പൂവ് ഉണ്ടാകുന്നത് വരെ ആ കുഞ്ഞു ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിങ്. അപ്പോൾ ഇവിടെ കവി പറയാണ്, ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിങ്, കുട്ടികളെ നിങ്ങളും ഈ തൈയിനെ പോലെ ആകൂ എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മികച്ചത്, അതായത് നിങ്ങൾക്ക് കഴിയുന്നതിലും ഏറ്റവും മികച്ചതായി നിങ്ങൾ ഇതുപോലെ ആകൂ. എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ, എല്ലാ കുട്ടികളും ജീവിതത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഉത്തരവാദിത്വമുള്ള കുട്ടികളാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് എന്താണ്, ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ, എല്ലാ മനുഷ്യരെയും പോലെ തന്നെ. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു, സൂര്യനും മഴയും നിങ്ങളെ സഹായിക്കും. അതായത് ഈ സീഡ്ലിങ്ങിനെ സഹായിച്ച പോലെ നിങ്ങളെയും മറ്റാരെങ്കിലുമൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. ത്രോ ദ ലോൺസം, അതായത് എലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റക്ക് എന്നാണ്.
അപ്പം ഒറ്റപ്പെട്ട സമയത്ത് ഈ സീഡ്ലിങ് ഒറ്റപ്പെട്ട സമയത്ത് അതിനെ എന്താണ് മഴ സഹായിച്ചില്ല. അതുപോലെ തന്നെ സൂര്യനും സഹായിച്ച പോലെ തന്നെ നിങ്ങളും ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകും. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, നിങ്ങളും വെളിച്ചത്തിലേക്കും ഭംഗിയിലേക്കും ഉയരുന്നതുവരെ. ഇനി അടുത്തത് വിർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്. അതായത് വിർച്യൂസ് പറഞ്ഞാൽ നന്മകൾ, അൺഫേഡിങ് ഫ്ലവേഴ്സ് വാടാത്ത, ഇവിടെ നിങ്ങളിൽ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങൾ ഒരിക്കലും വാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ ഉണ്ടാകുന്ന നന്മകൾ ഒരിക്കലും വാടാത്ത പൂക്കളെ പോലെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ സീഡ്സിനെ പോലെ ആകൂ, കഠിനാധ്വാനം ചെയ്യൂ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയം ഇത്രയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും, അതായത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ 1 വേർഡ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പോയറ്റ്? ആരാണ് ഇതിലെ കവി? കവിയുടെ പേരെന്തായിരുന്നു? പോൾ ലോറൻസ് ഡെൻബാർ ഈസ് ദ പോയറ്റ് എന്ന് എഴുതുക. 2, വേർ വാസ് ദ സീഡ്ലിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം? ബിഗിനിങ് പറഞ്ഞാൽ ഇവിടെ തുടക്കമാണ് കേട്ടോ. കവിതയുടെ തുടക്കത്തിൽ തൈ എവിടെയായിരുന്നു? ഇറ്റ് വാസ് ലേയിങ് കൊയറ്റ് എന്ന് നമ്മളെ കൊയറ്റിൽ ഇൻ എ ഡാർക്ക് ബെഡ്. അപ്പം എവിടെയായിരുന്നു കവിതയുടെ തുടക്കത്തിൽ തൈ? എവിടെയായിരുന്നു? ഇരുണ്ട ബെഡിലായിരുന്നു. അപ്പോൾ അത് ഇരുണ്ട ബെഡിൽ നിശബ്ദരായി കിടക്കുകയായിരുന്നു. അതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് വാസ് ലേയിങ് ക്വൈറ്റ്ലി ഇൻ എ ഡാർക്ക് ബെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം നോ സോ വെരി റോബസ്റ്റ്. ഞാൻ അത്ര ശക്തനല്ല. ബട്ട് ഐ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. വാട്ട് ഡു ദസ് ലൈൻ സിഗ്നിഫൈ? അതായത് സിഗ്നിഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുക എന്നാണ് കേട്ടോ. ഞാൻ അത്ര ശക്തനല്ല, പക്ഷേ എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുക. ഈ വരികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ദ സീഡ്ലിംഗ് അഡ്മിറ്റ്സ് പറഞ്ഞാൽ സമ്മതിക്കുക. ദ സീഡ്ലിംഗ് അഡ്മിറ്റ്സ് ഇറ്റ്സ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പരിമിതി. ബട്ട് ഡിസൈഡ്സ് പറഞ്ഞാൽ തീരുമാനിക്കുക. ടു മേക്ക് ആൻ എഫോർട്ട് പറഞ്ഞാൽ പരിശ്രമം. അതായത് ദ സീഡ്ലിംഗ് അഡ്മിറ്റ്സ് ഇറ്റ് ലിമിറ്റേഷൻ ബട്ട് ഡിസൈഡ്സ് ടു മേക്ക് ആൻ എഫോർട്ട്. തൈ അതിൻ്റെ പരിമിതി സമ്മതിക്കുന്നു, പക്ഷേ ഒരു ശ്രമം നടത്താൻ തീരുമാനിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഡിഡ് ദ സീഡ്ലിംഗ് സേ എബൌട്ട് ഇറ്റ് സെൽഫ്? തൈ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ആൻസർ, ഇറ്റ് സെഡ് ഇറ്റ് വാസ് നോട്ട് വെരി സ്ട്രോങ് ബട്ട് വുഡ് ഡു ഇറ്റ്സ് ബെസ്റ്റ്. അതായത് ആ തൈ പറയുന്നുണ്ട്, ഞാൻ അത്ര ശക്തനല്ല, എങ്കിലും പരമാവധി ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ഡിഡ് ദ സീഡ്ലിംഗ് ഫസ്റ്റ് പുഷ് ഇൻ ടു ദ ലൈറ്റ്? തൈ ആദ്യം വെളിച്ചത്തിലേക്ക് തള്ളിവിട്ടത് എന്തായിരുന്നു? ഇറ്റ് പുഷ്ഡ് എ സ്മാൾ ലീഫ്ലെറ്റ്. എന്തിനായിരുന്നു? ചെറിയ തളിരിലല്ല, സ്മാൾ ലീഫ്ലെറ്റ് ഇൻ ടു ദ ലൈറ്റ്. വെളിച്ചത്തിലേക്ക് തള്ളിവിട്ടത് ഒരു തളിരിലയെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ലീഫ്ലെറ്റ് ഡു ആഫ്റ്റർ സീഡ്ലിംഗ് ദ സറൗണ്ടിങ്സ്? ചുറ്റുപാടുകൾ കണ്ടതിന് ശേഷം തളിരില എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു? ഇറ്റ് കോൾഡ് ദ സ്റ്റം ടു ജോയിൻ ഇറ്റ്. അതായത് അതിൻ്റെ ചേരാൻ തണ്ടിന്, അതിൻ്റെ ബ്രദറായ സ്റ്റെമ്മിനാണ് വിളിച്ചത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ, ഇറ്റ് കോൾഡ് ദ സ്റ്റം ടു ജോയിൻ ഇറ്റ്. ഇനി നെക്സ്റ്റ്, ഹൂ ഫോളോവ്ഡ് ദ സ്റ്റം ലേറ്റർ? പിന്നീട് ആ തണ്ടിനെ പിന്തുടർന്നത് ആരാണ്? ആൻസർ, 2 more leaflets quickly followed the stem. 2 ഇലകൾ കൂടി പിന്തുടർന്നു. ഇത്രയാണ് ഈ ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും അതുപോലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.